തൂക്കു മന്ത്രിസഭ വരരുത്, തൂക്കുസഭ വരരുത് എന്ന് അങ്ങയുടെ ആഗ്രഹം, അത് നല്ലൊരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് എന്നുള്ള നിലയിൽ നല്ലൊരു ചിന്താഗതിയാണ്. അതേസമയം അതിന് ഒരു പടിയും കൂടെ അപ്പുറം കടന്നാൽ അങ്ങയുടെ മനസ്സിലെ ആഗ്രഹം എന്താ? ഏത് മുന്നണി അധികാരത്തിൽ വരണം? പിണറായിക്ക് ഒരു 5 വർഷം കൂടെ കൊടുക്കണം? ഏത് മുന്നണി അധികാരത്തിൽ വരണം എന്ന ചോദ്യം സ്ട്രെയിറ്റ് ആയിട്ട് ചോദിച്ചാൽ സ്ട്രെയിറ്റ് ആയ ഉത്തരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വരണമെന്ന്, അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. പൊടി പറ. താങ്കൾ എന്താ പറയാൻ വന്നത്? ഞാൻ നേരത്തെ ഈ സ്ഥലമെടുപ്പായിട്ട് ബന്ധപ്പെട്ട് ഈ ഹൈവേയുടെ പ്രശ്നത്തില് പലരും മറന്നു പോകുന്ന മാഷ് പറഞ്ഞാൽ അതൊന്നും പ്രശ്നമാവില്ലെന്നാ ഞാൻ പറഞ്ഞത്. അതായത് അതിനകത്ത് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ ഒരു സംഭാവന ഉണ്ട്. സ്ഥലം ഏറ്റെടുക്കുമ്പോൾ ന്യായമായ നഷ്ടപരിഹാരം കൊടുക്കാതിരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ സ്ഥലം ഏറ്റെടുക്കലിനെ ജനങ്ങൾ ശക്തമായിട്ട് എതിർത്തത്. മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിൽ 2013 ദേശവ്യാപകമായിട്ട് സിംഗൂരിനും നന്ദിഗ്രാമിനും ഒക്കെ ശേഷം കർഷക ഭൂമി ഏറ്റെടുക്കുമ്പോൾ കൃത്യമായ നഷ്ടപരിഹാരം, മാർക്കറ്റ് വിലയുടെ ഇത്ര % അല്ലെങ്കിൽ ഇത്ര മടങ്ങ് എന്ന രീതിയിൽ ഒരു നഷ്ടപരിഹാര വ്യവസ്ഥ കൊണ്ടുവന്നു. ആ വ്യവസ്ഥ കൊണ്ടുവന്നതോടെയാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ ഇത്രയും സുഗമമായത്. അതർവൈസ് ഈ പറഞ്ഞ ലാഘവത്തിൽ ഈ ഹൈവേ വരില്ലായിരുന്നു. 35-40 എന്ന് തർക്കത്തിനപ്പുറം ഈ ഭൂമി വിട്ടുകൊടുക്കുന്നവർക്ക് വളരെ ന്യായമായൊരു നഷ്ടപരിഹാര വ്യവസ്ഥ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായി ആ ഹൈവേയുടെ ജന്മത്തിന് കാരണം. അല്ലെങ്കിൽ എത്രയോ നീണ്ടു പണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറില്ലെന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. എന്നാൽ പണം ഞങ്ങൾ കൊടുക്കാന്ന് അങ്ങനെ ഇച്ഛാശക്തിയോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞു. ആ രാഷ്ട്രീയ ഇച്ഛാശക്തി അംഗീകരിക്കണം. അല്ല, ഞാൻ പറയുന്ന ഇടതുപക്ഷം ഈ നഷ്ടപരിഹാരം കൊടുക്കാനെടുത്ത തീരുമാനത്തെ ഞാൻ അംഗീകരിക്കുന്നു. ഒപ്പം തന്നെ ഈ പറഞ്ഞൊരു വ്യവസ്ഥ സർക്കാർ കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ കർഷകർക്ക് ന്യായമായ നഷ്ടപരിഹാരം ഭൂമിക്ക് കിട്ടിയതും അതിലൂടെ ഒരു വലിയ കലാപം ഇല്ലാതെ ഈ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായതും. അപ്പൊ അതുകൊണ്ട് എല്ലാ ക്രെഡിറ്റും ഞങ്ങളുടേത് മാത്രം എന്ന് പറയുന്നത് ചരിത്രത്തോടുള്ള വലിയൊരു നിരാശ. താമര വിരിയിക്കാൻ നിങ്ങൾ കൂടെ ഉണ്ടാവൂ? തീർച്ചയായിട്ടും താമര വിരിഞ്ഞിരിക്കും. അല്ല, എന്താണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ? ജനങ്ങള് ഇവിടെ ഇരുന്ന് നമ്മളൊക്കെ ഈ നേതാക്കന്മാരൊക്കെ പറയുന്നത് ജനങ്ങള് വിലയിരുത്തുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനവും ഇവിടുത്തെ LDFും UDFും ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും നിന്ന് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ വളരെ ബോധവാന്മാരാണ്, വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിന് അനുസരിച്ചുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് തീർച്ചയായിട്ടും വരും. അവിടെ NDA നിർണായക, സെബാസ്റ്റ്യൻ പോൾ സാറിന്റെ കണക്കൂട്ടിൽ കറക്റ്റാണ്. തൂക്കും അത് ഈ 100-ലേക്ക് വരും എന്ന് പറയുന്നതും LDFും UDFും പറഞ്ഞു കൊണ്ടുവരുന്നത് മനക്കോട്ടയാണ്. നിങ്ങൾക്ക് സ്കോപ്പ് ഇല്ലെങ്കിൽ പിന്നെ ആര് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? തീർച്ചയായിട്ടും ഒരു തൂക്ക് മന്ത്രിസഭ വരും. അതിന്റെ തീരുമാനം എടുക്കുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും. NDA പിന്തുണയ്ക്കല്ലോ. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? നിങ്ങൾ 100+ പറഞ്ഞ ആൾക്കാരാണ്. അതൊക്കെ അവരുടെ ആഗ്രഹങ്ങൾ പറയുന്നതാണ്. അവർ 1-2 സീറ്റിന് വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്കൊന്നും അവരൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.